ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ബ്ലൗസാണ് തയ്ക്കണത് കേട്ടോ. ഒരു വീനെക്ക് ചെറിയ പഫൊക്കെ വെച്ച് ഒരു ബാക്ക് ഓപ്പൺ ബ്ലൗസാണ് നമ്മളിവിടെ കട്ട് ചെയ്യണത്. ഇപ്പം എല്ലായിടത്തും പ്ലെയിൻ സാരിയും നല്ല വർക്കൊക്കെയുള്ള ബ്ലൗസല്ലേ. ഇതും ഇങ്ങനെ ഒരു പ്ലെയിൻ സാരിയാണ് കേട്ടോ വരുന്നത്. ബ്ലൗസ് കണ്ട അതിനെ കുറച്ച് ഗ്ലേസിങ് ഒക്കെ ഇട്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. നല്ലൊരു ഇതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. ഞാനപ്പോൾ 1 മീറ്ററാണ്, ഇത് 1 മീറ്ററാണ് തുണി. നമുക്ക് ആദ്യം ലൈനിങ്ങിൽ വേണം അടയാളപ്പെടുത്തി കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ലൈനിങ്ങും ഞാൻ 1 മീറ്റർ തന്നെയാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ലൈനിങ്ങിൽ നോക്കാം എങ്ങനെയാണ് അടയാളപ്പെടുത്തണേന്നുള്ളത്. അപ്പോൾ ഇത് ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഇതേ കണ്ട ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്താണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. സാധാ ബ്ലൗസ്, നോർമൽ ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ ആദ്യം ഈ ഫോൾഡ് വരുന്ന ഭാഗമാണ് നെക്കൊക്കെ അടയാളപ്പെടുത്തുന്നത്, നമ്മുടെ ഈ വശത്തേക്ക് ഇടുക. ഇതിപ്പോൾ ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് ഈ ഓപ്പൺ വരുന്ന ഭാഗം നമ്മൾ ഇരിക്കുന്ന വശത്തേക്ക് ഇട്ടിട്ടാണ് നമ്മൾ അടയാളപ്പെടുത്താൻ പോണത് കേട്ടോ. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഒരു 1/2 ഇഞ്ച് കണ്ട് ഇഞ്ച് ഇവിടെ അങ്ങനെ അടയാളപ്പെടുത്താം. കണ്ടോ, ഇത് തയ്യൽ തുമ്പാണ് കേട്ടോ, 1/2 ഇഞ്ച്. ഇനി നമുക്ക് ബ്ലൗസിന് എത്ര ഇറക്കം വേണം എന്നുള്ളത് ഇവിടെ അടയാളപ്പെടുത്താം. 14 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. ആ 14 ഇഞ്ച് ഇവിടെ ഞാൻ അടയാളപ്പെടുത്തി. അതിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ഇഞ്ചോളം തയ്യൽ തുമ്പ് ഇവിടെ വേണം. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, ചിലർക്ക് 1/4 ഇഞ്ചൊക്കെ മതിയാവും കേട്ടോ. അത് തയ്ക്കണതിനനുസരിച്ച് എടുത്തോളാം. അപ്പോൾ തയ്യൽ തുമ്പ് ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഇത് ബാക്ക് ഓപ്പൺ ആണല്ലോ, ബാക്ക് ഓപ്പണിൽ ഇവിടെ കുക്ക് വരാനായിട്ട് അവിടെ ഒരു തയ്യൽ തുമ്പ് നമുക്ക് പോവില്ലേ, അതിന് വേണ്ടിയിട്ട് ഇവിടെയും ഒരു 1/2 ഇഞ്ച് നീക്കി അടയാളപ്പെടുത്താം. ഇവിടെ ഒരു 1/2 ഇഞ്ചോളം അങ്ങനെ വരച്ചിടാം. ആദ്യമൊക്കെ ഞാൻ ഈ ബ്ലൗസ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചിരുന്ന സമയത്ത് ഈ 1/2 ഇഞ്ചിൻ്റെ കാര്യം ഞാൻ വിട്ടുപോകായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്ത് തയ്ക്കുമ്പോൾ അതങ്ങനെ കുടുങ്ങിപ്പോവും നമുക്ക്. പിന്നീടാണ് എനിക്കത് ഇങ്ങനെ ഇതാണ് മിസ്റ്റേക്ക് എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമ്മൾ ഇത് ബാക്ക് ഓപ്പൺ ആയതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ, അല്ല ഫ്രണ്ട് ഓപ്പൺ ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ആദ്യം ഈ കുടുക്ക് പിടിപ്പിക്കാനായിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പാണ് കേട്ടോ. പട്ട വെച്ച് പിടിപ്പിക്കില്ലേ നമ്മൾ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഇതിനിവിടെ ഒരു 1/2 ഇഞ്ച് മാറ്റി. അടുത്തത് വേണ്ടത് ഷോൾഡറാണ്. ഷോൾഡർ അടയാളപ്പെടുത്തുമ്പോൾ എനിക്ക് വേണ്ട ഷോൾഡർ ഈ ബ്ലൗസിലേക്ക് വേണ്ട ഷോൾഡറിൻ്റെ അളവ് 17.5 ഇഞ്ചാണ്. 17.5 ഇഞ്ച്. അപ്പോൾ നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബാക്ക് നെക്കിൻ്റെ ഇറക്കം എത്രയാണോ അത് നോക്കി നമ്മൾ കുറയ്ക്കണം, അളവ് കുറയ്ക്കണം. അപ്പോൾ ഇതിൽ 10 ഇഞ്ച് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 5 ഇഞ്ചോളമൊക്കെ കുറയ്ക്കാം. അത് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഒരു 4, 5, 6 ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 2 ഇഞ്ച്, പിന്നെ 6, 7, 8 വരുമ്പോൾ 3 ഇഞ്ച്, പിന്നെ അവിടെ നിന്ന് 8, 9, 4, 10 ഇഞ്ച് വരുമ്പോൾ 5, അങ്ങനെ ഓരോ അളവുകൾ നമ്മൾ നോക്കി കുറയ്ക്കണം. ഷോൾഡറിൻ്റെ 17.5-ൽ നിന്ന് ഇപ്പോൾ ഇവിടെ 10 ആയതുകൊണ്ട് 5 ഇഞ്ച് നമുക്ക് കുറയ്ക്കണം. അപ്പോൾ 5 ഇഞ്ച് കുറയ്ക്കുമ്പോൾ എത്രയാണ് വരുന്നത്? 12.5 ഇഞ്ചാണ് കിട്ടണത് അല്ലേ. ആ 12.5 ഇഞ്ചിൻ്റെ പകുതിയാണ് നമുക്കിവിടെ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ എത്രയാ? 6.25 ഇഞ്ചാണ് വരുന്നത് ഇവിടെ. മനസ്സിലായല്ലോ അല്ലേ. നമുക്ക് ഷോൾഡർ വരുന്നത് 17.5 ഇഞ്ചാണ് ഷോൾഡർ. ആ 17.5 ഇഞ്ച് ഷോൾഡറിന് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം 10 വരുന്നത് കൊണ്ട് ഒരു 5 ഇഞ്ച്, അല്ലെങ്കിൽ നമുക്ക് ഷോൾഡർ ഇങ്ങനെ കഴുത്തിൻ്റെ ഇറക്കം അങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഈ ഷോൾഡർ ഇങ്ങനെ 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 ഇറങ്ങി കൈ ഇറങ്ങി പോവാന്നൊക്കെ പറയില്ലേ ലൂസായിട്ട്,
അങ്ങനെ പോവും. അപ്പം നമ്മൾ ഷോൾഡർ ഇവിടെ വീതി ഇങ്ങനെ കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ടാണ് അതിങ്ങനെ കുറയ്ക്കണത് കേട്ടോ. അപ്പോൾ 17.5-ൽ നിന്ന് 5 ഇഞ്ച് കുറച്ചപ്പോൾ നമുക്ക് 12.5 കിട്ടി. ആ 12.5-യുടെ പകുതി 6.25 നമ്മളിവിടെ ഷോൾഡർ അടയാളപ്പെടുത്തി. കാണുന്നില്ലേ? ഷോൾഡർ ഇവിടെ 6.25 അടയാളപ്പെടുത്തി. ഇനി നമുക്ക് താഴത്തേക്ക് ഒരു 6.5 ഇഞ്ച് കൈക്കുഴി അടയാളപ്പെടുത്താനായിട്ടാണ് കേട്ടോ. 6.5 ഇഞ്ച് ഞാൻ ആദ്യം ഒന്ന് 6.5 ഇഞ്ച് എടുത്ത് നോക്കുന്നുണ്ട്. 6.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് എന്ത് വേണം? ചെസ്റ്റ് വണ്ണം. ചെസ്റ്റ് വണ്ണം എനിക്ക് വരുന്നത് 40 ഇഞ്ചാണ് ചെസ്റ്റ് വണ്ണം. ആ ചെസ്റ്റ് വണ്ണത്തിൻ്റെ 4/1 കണ്ട് അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ 40-ൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 10 ഇഞ്ച്. 10 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടി 10.5 ഇഞ്ചാണ് നമുക്കിവിടെ അടയാളപ്പെടുത്തേണ്ടത്. ഈ 1/2 ഇഞ്ച് നീക്കിയോടത്തുനിന്ന് അടയാളപ്പെടുത്തിയോളൂ കേട്ടോ. അത് നമുക്ക് തയ്യൽ തുമ്പാണ്. അളവുകളും ഒക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വേണം പിടിക്കാൻ. എന്നിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇത്രയും ഈ 6.5 കണ്ടില്ലേ, അതിൻ്റെ പകുതി 3.25 ഇവിടെ അടയാളപ്പെടുത്താം. 3.25 ഇവിടെ ഞാൻ അടയാളപ്പെടുത്തി. ആ 3.25-ൽ നിന്ന് ഇങ്ങോട്ട് ഒന്നിങ്ങനെ വളച്ചു കൊടുക്കുക. കണ്ട? അതങ്ങനെ വളച്ച് കൊടുത്തിട്ട് പിന്നെ വേണ്ടത് നമുക്ക് എത്രയാണ് കൈക്കുഴി വന്നിരിക്കുന്നത്? 19 ഇഞ്ചാണ് നമുക്ക് ആം ഹോൾ വരുന്നത്. ആ 19 ഇഞ്ചിൻ്റെ പകുതി 9.5 ഇഞ്ച് നമുക്കത് ഇവിടെ ഇങ്ങനെ കിട്ടണം. അപ്പോൾ അത് നമ്മളിങ്ങനെ പിടിച്ച് നോക്കുക. ഈ തയ്യൽ തുമ്പ് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 4 ഇഞ്ചോളം നീക്കിയിട്ട് വേണം ഇങ്ങനെ പിടിച്ച് നോക്കാനായിട്ട് കേട്ടോ. ഇവിടെ 9.5 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കണ്ട? കറക്റ്റ് 9.5 ഇഞ്ചാണ് വരുന്നത്. അത് അളവ് മാറ്റം വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, 10 കിട്ടിയെന്നുണ്ടെങ്കിൽ ഈ 6.5 എന്നുള്ള കുറച്ചും കൂടി കയറ്റി നമ്മൾ ഇതിനെ ഒന്ന് കയറ്റിയിട്ട് ഇതാക്കാം. ഇത് ടൈപ്പിന് പിടിച്ച് നോക്കുമ്പോൾ 9.5 ആയോ നോക്കുക. അല്ല കൂടെ 8.5 ആയി എന്നാണെങ്കിൽ കുറച്ചും കൂടി ഇറക്കിയിട്ട് അങ്ങനെ ഈ അളവ് കറക്റ്റ് 9.5 ആയിരിക്കണം കേട്ടോ. അത് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമ്മളിപ്പോൾ ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തി, കൈക്കുഴി അടയാളപ്പെടുത്തി. ഇനി ഇവിടെ നമുക്ക് തയ്യൽ തുമ്പ് ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി അടുത്തത് വേസ്റ്റ് വണ്ണം. വേസ്റ്റ് വണ്ണം എനിക്ക് വേണ്ടത് എത്രയാണ്? 36 ഇഞ്ചാണ്. ആ 36-ൻ്റെ 4/1 വരുമ്പോൾ 9 ഇഞ്ച് വരും. അതിൻ്റെ കൂടെ ഞാൻ 1/2 ഇഞ്ച് കൂട്ടിയിട്ടില്ല കേട്ടോ. കറക്റ്റ് 9 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. തയ്യൽ തുമ്പ് ഒരു 1.5 ഇഞ്ചും അടയാളപ്പെടുത്തി. കണ്ട? അപ്പോൾ ഒക്കെ ശ്രദ്ധിച്ച് നോക്കി അടയാളപ്പെടുത്തിയോളൂ. ഇതിലൊക്കെ സാരി ബ്ലൗസിന് എന്തെങ്കിലും ചെറിയൊരു അളവ് മാറ്റം വന്നാൽ മതി. നമ്മുടെ ചുളിവുകളും ലൂസും ഒക്കെ അങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കറക്റ്റായിട്ട് നോക്കി നോക്കി അടയാളപ്പെടുത്തിക്കോളൂ. കണ്ട? അപ്പം ഇത്രയും നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കാണ് അടയാളപ്പെടുത്തേണ്ടത്. നെക്ക് നമുക്കിവിടെ ഞാൻ 3 ഇഞ്ചാണ് വൈഡ് എടുക്കണത്. നെക്കിൻ്റെ വൈഡ് 3 ഇഞ്ച്, ലെങ്ത്ത് വരുന്നത് 10 ഇഞ്ചാണ്. കണ്ട? എന്നിട്ട് അതിങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. വി നെക്കാണ്. അപ്പോൾ അതിങ്ങനെ കണ്ടോ? കഴിഞ്ഞു. ബാക്കിൻ്റെ അളവുകൾ മുഴുവൻ നമ്മൾ ഇപ്പോൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ചിലവർക്ക് ഇതിപ്പോൾ ഞാൻ ഷോൾഡർ ചെരിക്കണമെന്നില്ല. ചിലവർക്ക് ഷോൾഡറിന് ഇങ്ങനെ ചെരിവുള്ളവർ കണ്ടിട്ടില്ലേ? ചിലവർക്ക് ഇങ്ങനെ നല്ല ഷോൾഡറിന് ഇങ്ങനെ ഒരു ചെരിവുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഒരു 4 ഇഞ്ചോളം അങ്ങനെ ചെരിച്ചിട്ട് വരച്ചോളൂ കേട്ടോ. ഇതിപ്പോൾ അങ്ങനെ വരച്ചിട്ടില്ല ഞാൻ. എല്ലാ ബ്ലൗസുകൾക്കും വേണമെന്നില്ല. നല്ലോണം ചെരിവുള്ളവർക്ക് നോക്കിയിട്ട് അങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം.
നമുക്കിവിടെ ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് എങ്ങനെ കട്ട് ചെയ്യണമെന്നുള്ളത് നോക്കാം. അപ്പം അതിനായിട്ട് ഞാൻ ഇങ്ങനെ കിടന്നിരുന്നത് ഇങ്ങനെ മറച്ചെടുക്കുകയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ മറച്ചെടുത്തു. എന്നിട്ട് ഇത് ഈ ബാക്ക് പീസ് ഈ നമ്മൾ ഈ 4 ഇഞ്ച് കണ്ടില്ലേ, അതിങ്ങനെ മടക്കി വെച്ചിട്ട് വേണമെങ്കിൽ അവിടെ ഒരു പിൻ കുത്തി കൊടുത്തോട്ടാ. എന്നിട്ട് അത് നമുക്കിപ്പോൾ ഇവിടെ ഫ്രണ്ട് ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ മടക്കുള്ള ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യണത്, ഫ്രണ്ട് പീസ് അടയാളപ്പെടുത്താൻ പോണത്. അപ്പോൾ അത് ഇങ്ങനെ പരമാവധി ഇങ്ങനെ വെച്ച് ഈ ബാക്ക് പീസ് വെച്ച് കറക്റ്റ് അടയാളപ്പെടുത്തി എടുക്കുക. കണ്ട, ഇവിടെ നമ്മൾ ബാക്ക് പീസിൻ്റെ തയ്യൽ തുമ്പ് ഇവിടെ ഇങ്ങനെ നീക്കിയിട്ടുണ്ടായിരുന്നത് അതിങ്ങനെ ഇവിടെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ ഒപ്പം വെച്ചിട്ട് അടയാളപ്പെടുത്താം കേട്ടോ, ഷോൾഡറും കാര്യങ്ങളൊക്കെ. കണ്ട, അങ്ങനെ അടയാളപ്പെടുത്താം. ഇത്രയും അളവുകൾ മതിയിട്ട് നമുക്ക് ഷോൾഡർ കറക്റ്റ്, കൈക്കുഴി ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്താം. നമ്മുടെ ഈ തയ്ക്കാനുള്ള അളവുകൾ ഇങ്ങനെ അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇത്രയും അളവുകൾ അടയാളപ്പെടുത്തിയിട്ട് ഈ ബാക്ക് പീസ് നമുക്ക് ഇങ്ങോട്ട് മാറ്റാം. ഇനി നമുക്ക് കഴുത്തിന് എത്രയാണ് ഇറക്കം വേണ്ടതെന്നുള്ളത് നോക്കാം. ഫ്രണ്ട് കഴുത്തിന്റെ ഇറക്കം ഇവിടെ ഇപ്പൊ അതിങ്ങനെ നമ്മൾ നീക്കി കഴിയുമ്പോൾ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. കണ്ട, ഇത്രയും അളവുകൾ നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇവിടെ വെറുതെ ഇങ്ങനെയൊന്ന് അടയാളപ്പെടുത്താം. ഇനി നമുക്ക് ഫ്രണ്ട് കഴുത്തിന് എത്രയാണ് ഇറക്കം വരുന്നത് നോക്കാം. ഫ്രണ്ടിന് കഴുത്ത് വരുന്നത് ഒരു 7 ഇഞ്ചാണ് വേണ്ടത് കേട്ടോ. ആ 7 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്താം. അതിങ്ങനെ വരച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഞാനിവിടെ ഇങ്ങനെ കൈക്കുഴിയുടെ അതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി ഒന്നിങ്ങനെ വരയ്ക്കുക. കണ്ട, എന്നിട്ട് അത് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫ്രണ്ട് ഒന്ന് കുഴിച്ച് വെട്ടാനായിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ചെയ്യാം. പിന്നെ അടുത്തത് വേണ്ടത് നമുക്ക് ടക്ക് പോയിന്റ്. ടക്ക് പോയിന്റ് എനിക്ക് ഇവിടെ എത്രയാണ് വേണ്ടത്, 11 ഇഞ്ചാണ്. അപ്പം അത് ഈ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് നോക്കണം കേട്ടോ. 11 ഇഞ്ചാണ് ടക്ക് പോയിന്റ് വരുന്നത്. ആ 11 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തി. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 4 ഇഞ്ചും അടയാളപ്പെടുത്തി. കണ്ട, മോളിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ഓരോരുത്തർക്ക് എത്രയാണോ ടക്കിന്റെ അളവ് നോക്കാം. 9.5, 10, 11 വരും. നല്ല ഹൈറ്റ് ഉള്ളവർക്ക് 11 വരും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 11, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4 അടയാളപ്പെടുത്തി. അവിടെ നിന്ന് താഴത്തേക്ക് ഞാനൊരു 3.5 ഇഞ്ചും കൂടി അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട, 3.5 ഇഞ്ചും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് വണ്ണം. ബ്രസ്റ്റ് വണ്ണം ഇവിടെ വേണ്ടത് 41 ഇഞ്ചാണ്. 41 ഇഞ്ചിൻ്റെ 4/1 കാണാം. 41ൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 10.25 വരും. ആ 10.25 കൂടെ നമുക്കൊരു 1/2 ഇഞ്ചും കൂടി കൂട്ടി 10.25 ഇവിടെ അടയാളപ്പെടുത്താം. എവിടെയാണ് അത് അടയാളപ്പെടുത്തേണ്ടത്? നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ടക്ക് പോയിന്റ് കണ്ട് അടയാളപ്പെടുത്തിയിട്ടില്ലേ 11 ഇഞ്ച്. ആ 11 ഇഞ്ചിൻ്റെ നേരെ വേണം നമുക്ക് ഈ വണ്ണം അടയാളപ്പെടുത്താൻ. അവിടെ 10.25 അടയാളപ്പെടുത്താം കേട്ടോ. കണ്ട, ബ്രസ്റ്റ് വണ്ണത്തിന്റെ 4/1 കണ്ട് 1/2 ഇഞ്ച് കൂട്ടിയത് ആണ് ഇവിടെ അടയാളപ്പെടുത്തിയേക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇവിടെ ചെസ്റ്റ് വണ്ണത്തിന്റെ അളവുണ്ടല്ലോ ഇവിടെ, അത് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം.
കണ്ട ഇങ്ങനെ ഒരു ചെറിയൊരു ചെരിവുണ്ടാവും കേട്ടാ. എന്താണെന്ന് വെച്ചാൽ ഇവിടത്തേക്കാളും വിട്ട് വണ്ണം കൂടുതലായിരിക്കുമല്ലോ നമുക്ക്. അപ്പോൾ അതിങ്ങനെ ചെരിഞ്ഞ് വരും. നമ്മുടെ തയ്യൽ തുമ്പ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഈ ടക്ക് പോയിന്റിൽ നിന്ന് 3.5 ഇഞ്ച് കണ്ട് ഇവിടെ വെച്ചിട്ടില്ലേ, അതും ഇങ്ങനെ വരച്ചു വിടാം. കണ്ട മനസ്സിലായി? നമുക്ക് ടക്കുകൾ വരയ്ക്കണം, അതെല്ലാവരും ശ്രദ്ധിക്കുക. ഒരു വിധമൊക്കെ ഈ അളവ് മതിയായിരിക്കും കേട്ടാ. ഒരു 1.5 ഇഞ്ച് ഇങ്ങോട്ടും 1.5 ഇഞ്ച് ഇങ്ങോട്ടാണ് ഞാൻ ഈ ടക്ക് പോയിന്റിന്റെ ഈ വരയിൽ നിന്ന് 1.5 ഇങ്ങോട്ടും 1.5 ഇങ്ങോട്ടും അടയാളപ്പെടുത്തി. അത് ദേ ഇങ്ങനെ വരച്ചു കൊടുക്കാം. കണ്ട ഈ പോയിന്റിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് ആയിട്ട് ഒരു അടയാളപ്പെടുത്താം. ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക്. ആ 1/2 ഇഞ്ചിന്റെ നേരെ ടേപ്പ് ഇങ്ങനെ വെച്ച് 1.5 ഇഞ്ച് ഇങ്ങോട്ടും ഒരു 1.5 ഇഞ്ച് ഇപ്പുറത്തേക്കും അടയാളപ്പെടുത്താം. അതിങ്ങനെ വരച്ചു വിടുക. കണ്ട കുഴിയുടെ അവിടെ നിന്ന് ഒരു ടക്കും കൂടി ഉണ്ട്. അതിന് നമ്മൾ ഈ ബാക്ക് കണ്ട വരച്ചിരിക്കണേ അവിടെ അതിൽ നിന്ന് വേണം ഈ പോയിന്റിലേക്ക് പിടിക്കാൻ. ഫ്രണ്ടിലേക്ക് നമ്മൾ ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് നീക്കി വരച്ചിട്ടില്ലേ, അതല്ല വേണ്ടത്. ബാക്ക് ആദ്യം നമ്മൾ ബാക്കിന് വേണ്ടി കൈക്കുഴി വരച്ച ആ സ്ക്വയറിന്റെ അവിടെ നിന്ന് വേണം ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച് ഇങ്ങോട്ട് മുകളിലേക്ക് ഇട്ടാ. കണ്ട മുട്ടൂല. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് ഇങ്ങോട്ട്, 1.5 ഇഞ്ച് ഇവിടെയും ഒരു 1.5 ഇഞ്ച്. ഇനി നമുക്കത് ഇവിടെ ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്ത് വിടാം. ഇവിടെ ഇങ്ങനെ നേരെ സ്ട്രെയിറ്റ് ഇങ്ങനെ വരയ്ക്കാം. കണ്ടോ, എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ഇവിടെ എന്ത് വേണം, പട്ടയ്ക്കുള്ളതും കൂടി കൈയോടെ അടയാളപ്പെടുത്താം. ബാൻഡിന് ഞാൻ ഇവിടെ നിൽക്കുക ഈ അടയാളപ്പെടുത്തിയിട്ടില്ലേ, അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴ്ത്തിക്കാക്കിട്ടാണ്. ഈ പോയിന്റിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴ്ത്തിക്കാക്കി അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് താഴ്ത്തിക്ക്, 4 ഇഞ്ച്. പിന്നെ നമ്മുടെ വേസ്റ്റ് വണ്ണം എത്രയാണ്, 36ന്റെ 4 കണ്ട് 9 അല്ലേ, 9.5 ഇഞ്ചാണ് നമുക്ക് ബാൻഡ് വേണ്ടത്. ഒമ്പതര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നേരെയാണ് സ്ട്രേറ്റ് വരച്ച് 9.5 ഇഞ്ച്. തയ്യൽ തുമ്പ് ഒരു 1.5 ഇഞ്ച്. ഇവിടെയും നമുക്കൊരു 4 ഇഞ്ച് തന്നെ. ഇവിടെ ഈ ഇതിൻ്റെ ഇവിടെ നമുക്കൊരു 4 ഇഞ്ച് അടയാളപ്പെടുത്താം. എന്നിട്ട് പിന്നെ അതിനതെ ഇവിടെ ഇങ്ങനെ 1/2 ഇഞ്ചിലേക്ക് ആക്കി ഇവിടെയും 4ലേക്ക് ആക്കി. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത്രയൊക്കെ ഉള്ളൂ. കണ്ടോ, നമ്മളിപ്പോൾ ആ അളവുകളൊക്കെ അത് കഴിഞ്ഞ് ഇനി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഈ ടക്ക് പോയിന്റുകളൊക്കെ അപ്പുറത്തേക്ക് പതിയണ്ടേ. അതിന് വേണ്ടി നമുക്കത് ഇത് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ബാൻഡ് ഇതേപോലത്തെ ഒരു 3 പീസ് വേണം കേട്ടോ നമുക്ക് ബാൻഡിന്. അതിലൊരു പീസ് നല്ലതിലുണ്ടാവും, പിന്നെ ഒരെണ്ണം കൂടി ഈ ലൈനിങ്ങിലോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ഏതെങ്കിലും ഒരു തുണിയിലും കൂടി എടുത്തിട്ട് 3 പീസ് വേണം കേട്ടോ. ഈ ബ്ലൗസിൽ നമുക്ക് സ്ലീവിന് ലൈനിങ് വേണ്ട കേട്ടോ. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ലൈനിങ്ങും ആദ്യം കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലതിൽ വെച്ച് വെട്ടാനും വേഗം എളുപ്പമായിട്ട് പറ്റും. അപ്പോൾ സ്ലീവിന് എനിക്ക് ശരിക്കും ലൈനിങ് വെക്കേണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഞാൻ എളുപ്പത്തിനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാനും പിന്നെ നമുക്കിത് വെട്ടിക്കഴിഞ്ഞാൽ തുണിയിൽ വെച്ച് വരയ്ക്കാനും എളുപ്പമാണ്. അതുകൊണ്ട് ഇതിൽ അടയാളപ്പെടുത്തേണ്ടത് ഞാൻ ഒരൊറ്റ ഇതിനാണ് ഒരൊറ്റ മടക്കിയിട്ടുള്ളൂ കേട്ടോ.
നമുക്ക് ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണം, 4 മടക്ക് വേണം കേട്ടോ. അത് ഇങ്ങനെ ഒരു മടക്ക് മടക്കി പിന്നെ ഇങ്ങനെ ഒരു മടക്ക് ഇട്ടിട്ട് വേണം നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാനായിട്ട്. ആ കൈക്കുഴിക്ക് തൊട്ട് താഴെയുള്ള നമ്മുടെ കൈയുടെ വണ്ണം വേണമെന്ന് പറഞ്ഞില്ലേ അളവുകൾ എടുക്കുമ്പോൾ. അപ്പോൾ അതിൽ 15 ഇഞ്ചാണ് നമുക്കത് വന്നിരിക്കുന്നത്, കൈ മസിലിൻ്റെ വണ്ണം. ആ 15 ഇഞ്ചിൻ്റെ പകുതി വരുമ്പോൾ എത്രയാണ്, 7.5 ഇഞ്ചാണ് നമുക്കിവിടെ വണ്ണം വേണ്ടത്. കൈ മസിലിൻ്റെ അവിടുത്തെ വണ്ണം കേട്ടോ. കൈക്കുഴിക്ക് തൊട്ട് താഴെ നമ്മുടെ കൈയുടെ വണ്ണം പിടിക്കണം. അത് 15 എനിക്ക് വേണ്ടത്. അതിൻ്റെ പകുതി 7.5 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി. 7.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തി. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി നമുക്കിവിടെ ലൈനിങ് ഉള്ള ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ ഒരു 1/2 ഇഞ്ച് തയ്ച്ച് മറിക്കാനായിട്ട് അടയാളപ്പെടുത്താം. ലൈനിങ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് വേണം, 1.5 ഇഞ്ച് വേണം കേട്ടോ. തയ്യൽ തുമ്പ് 1.5 ഇഞ്ച്. ഈ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് കൈക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അത് അടയാളപ്പെടുത്തുക. 9 ഇഞ്ചാണ് എനിക്ക് ഇവിടെ വേണ്ടത്. ആ 9 ഇഞ്ച് അടയാളപ്പെടുത്തുക. 9 ഇഞ്ച്. അത് കഴിഞ്ഞിട്ട് ഇതേ ഇവിടെ എത്ര 4 ഇഞ്ചോളം നമുക്ക് കൂടുതൽ 4, 5 ഒക്കെ എടുക്കാട്ടോ. പഫ് നമുക്ക് എന്തോരം ഇങ്ങനെ പൊള്ളച്ച് നിൽക്കണമെന്നാണ് അതിനനുസരിച്ച് ഇവിടെ 5, 6, 5 ഒക്കെ മതിയാവും. നല്ലോണം ഇങ്ങനെ പൊള്ളച്ച് നിൽക്കൂട്ടാ. അപ്പം ഇത് എനിക്കിവിടെ 4 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4 ഇഞ്ച് മതി. 4 ഇഞ്ച് അടയാളപ്പെടുത്തി. ആദ്യം നമുക്ക് ഇവിടെ 9 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടില്ലേ, അവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ തൊട്ട് ഇവിടം വരെ നമ്മുടെ കൈക്ക് എത്രയാണോ സ്ലീവിന് ഇറക്കം വേണ്ടത് അത് ആ ഇറക്കത്തിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അവിടെ നിന്ന് ഇങ്ങനെ അതെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് എത്ര വേണം, നമ്മുടെ കൈക്കുഴിയുടെ വണ്ണം എത്രയാ, റിഗാള് വരുന്നത് എത്രയാണ്, 19 ഇഞ്ചിന്റെ പകുതി എത്രയാ, 9.5 ഇഞ്ച് വേണം. ഇത് നമുക്ക് എത്ര വേണം, കൈക്കുഴിയുടെ പകുതി നമുക്കിവിടെ കിട്ടണം. അതിങ്ങനെ ടേപ്പ് വെച്ച് പിടിച്ച് നോക്കാം. 9.5 ഇഞ്ച് കറക്റ്റ് വരണം കേട്ടാ. കണ്ട ആ 9.5 ഇഞ്ച് ഇവിടെ അങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇവിടെ നമ്മൾ ഒരു 4 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടില്ലേ, 4 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടില്ലേ, എൻ്റെ അവിടെ നിന്ന് ഒരു 2.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്താം. 2.5 ഇഞ്ച് ഇവിടെ കണ്ട. ഇങ്ങനെയൊന്ന് വരച്ചെടുക്കുക. ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വിടാം കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് പഫ് വരുന്നത് ഉള്ള സ്ലീവ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്കിവിടെ കൈയുടെ വണ്ണം അടയാളപ്പെടുത്തുക. വേസ്റ്റ് കൈക്ക് വണ്ണം വരുന്നത് 12 ഇഞ്ചാണ് എനിക്ക്. അപ്പോൾ ഇവിടെ ഒരു 6 ഇഞ്ച് അടയാളപ്പെടുത്തുക. 12ന്റെ പകുതി 6, തയ്യൽ തുമ്പ് 1.5 ഇഞ്ച്. കണ്ട, ഇത്രയാണ് സ്ലീവിന്റെ അളവ് വരുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. ചെറിയൊരു വെട്ടിട്ട് കൊടുക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ അളവ് പുറത്തേക്ക് അളവ് വരാൻ വേണ്ടിയിട്ട് ഈ വശത്തും അളവ് വരാൻ ഇങ്ങനെ മടക്കി വെക്കാം. ഇതാണ് ഞാനിവിടെ നല്ല മെറ്റീരിയൽ, ഇതാണ് നമുക്ക് വേണ്ട മെറ്റീരിയൽ. അത് ഞാൻ ഇങ്ങനെ 2 മടക്കാക്കിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ 2 മടക്കാക്കി അങ്ങനെ ഒപ്പം 2 മടക്കാക്കിയിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് പീസ് ഇതിൽ വെച്ച് വരച്ചെടുക്കാം. ഇപ്പോൾ ഈ ഫോൾഡ് വരുന്ന ഭാഗത്തേക്ക് നമുക്ക് ഫ്രണ്ട് പീസ് ഇങ്ങനെ വെച്ച് കൊടുത്തു. കണ്ടോ, ഇതിങ്ങനെ കറക്റ്റ് വെച്ച് നമുക്ക് അടയാളപ്പെടുത്തി എടുക്കാം.
അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് ബാക്ക് പീസ് കണ്ട ഇങ്ങനെ ബാക്ക് പീസ് ചെയ്ത് ഇങ്ങനെ കയറ്റി വെച്ച് കണ്ട ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇത് രണ്ടും നമുക്കിപ്പം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അതിനും ഇതേന പീസാണ് നമുക്ക് ബാക്കിയുള്ളത്. അത് ഇങ്ങനെ മടക്കി കണ്ട. എന്നിട്ട് ഞാൻ 2 മടക്ക് മടക്കി പിന്നെ ഒരു മടക്ക്, ഇപ്പം 4 മടക്കായിട്ട് അത്. എന്നിട്ട് വേണം നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കണം കണ്ട 4 മടക്ക് വെട്ടിയിട്ട് വേണം ഇത് നമുക്ക് ഈ വരച്ച് വെച്ചിരിക്കണ ലൈനിങ് പീസ് നമുക്കിതിലിങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് നമുക്കിതും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നുണ്ട് കേട്ടോ.